അന്യ സംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും ഇവിടെ വന്ന് ഈ ലഹരി വസ്തുക്കൾ മേടിക്കുന്നത്. ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അലോണുള്ള സാധനമാണെന്നാണ് പറയുന്നത്. ഈ സാധനം കേരളത്തിൽ വിൽക്കാൻ പറ്റുമത്? കേരള അലോണേ തൂഫാന്റെ പേരിൽ എല്ലായിടത്തുനിന്നും നമ്മുടെ സർക്കാർ ഇപ്പൊ എല്ലാവരും ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കൊട്ടാരക്കര ചന്തമുക്ക് കേന്ദ്രീകരിച്ച് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. മലയാളീസേ ബംഗാളിയാ മേലും ബംഗാളികളുണ്ട് ഈ സാധനങ്ങൾ വിൽക്കുന്നതാണ്. പക്ഷെ അവിടെയും ബംഗാളികൾ വിൽക്കുന്നതാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ കൊട്ടാരക്കരയും ഒരു കൊച്ചു തമ്പാനൂരായി മാറിയിരിക്കുകയാണ്. കാരണം നമ്മുടെ കൊട്ടാരക്കര ചന്തമുക്കിൽ ഒരു കട കേന്ദ്രീകരിച്ച് അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്നൊക്കെ നമ്മൾ പറയും. അവർ ഒരു കട കേന്ദ്രീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ലഹരി വസ്തുക്കൾ പരസ്യമായിട്ട് വിൽക്കുന്നത്. ചായക്കടയുടെ മറവിലാണ് സ്കൂൾ കുട്ടികൾ പോകുന്ന സ്ഥലത്താണ് ഇത് നോക്കണ്ടോ ലഹരി വസ്തുക്കൾ. നിങ്ങൾ നോക്കിക്കോണം. ലഹരി വസ്തുക്കളാണ് ഇവിടെ വെക്കുന്നത്. ഈ ചേച്ചിയാണ് ലഹരി വസ്തുക്കൾ വെക്കുന്നത്. ക്യാൻസർ പോലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ ബാധിക്കുന്ന ഒരു സാധനമാണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നത്. അകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ ആരെയും പേടിയില്ലാതെ ഒരു കൂസലുമില്ലാതെയാണ് ഇവിടെ ലഹരി വസ്തുക്കൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ദിനംപ്രതി നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ വന്ന് ഈ ലഹരി വസ്തുക്കൾ വാങ്ങിപ്പോകുന്നത്. ഈ ഒരു ഹോട്ടലിന്റെ 200 മീറ്റർ മാറിയിട്ടാണ് ബോയ്സ് സ്കൂളുള്ളത്. ആ ബോയ്സ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ കൊട്ടാരക്കര പോലീസിനെ വിവരമറിയിച്ചു. കൊട്ടാരക്കര പോലീസ് കൃത്യമായിട്ട് ഈ ഒരു കടയിലെത്തി ലഹരി വസ്തുക്കൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്ത്രീയോട് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുന്നത്, എന്റെ കടയിൽ മാത്രമല്ല ലഹരി വസ്തുക്കൾ വിൽക്കുന്നത്, ഈ കൊട്ടാരക്കരയിലെ തന്നെ 5ഓളം ഇടങ്ങളിലാണ് ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ വിൽക്കുന്നത്, അതും അന്യസംസ്ഥാന തൊഴിലാളികളാണ് വിൽക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. എന്തായാലും കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ ഈ കടയ്ക്ക് ഷട്ടർ ഇട്ടിരിക്കുകയാണ്. തൂഫാൻ കേരളത്തിലാകെ ആഞ്ഞടിക്കുമ്പോൾ ഇതുപോലുള്ള പരിപാടികൾ കൊട്ടാരക്കരയിൽ ഞങ്ങൾ അനുവദിക്കില്ല. ഇനിയും ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ ആരൊക്കെ വിൽക്കുന്നുണ്ട് അവരെ എല്ലാവരെയും വാർത്തയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും.